അങ്ങനെ വിരിഞ്ഞിറങ്ങി ഏതാണ്ട് 24 മണിക്കൂറിന് ശേഷം നമ്മുടെ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റാൻ പോവാം. ഇതിന്റെ കൂടെ വിരിഞ്ഞ നാടൻ കോഴിയുടെയും ബ്രഹ്മക്കോഴിയുടെയും കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോ കാണുന്നത്. അവസാനമായി നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങളെയും മാറ്റിയിട്ടുണ്ട്. കൂടെയുള്ള നാടന്റെയും ബ്രഹ്മയുടെയും കുഞ്ഞുങ്ങളെല്ലാം കൂടെ 23 പീസ് ഉണ്ട്. ഇവരെ എല്ലാം കൂടെ നമ്മൾ ഇന്ന് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണ്. 3 ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ ബ്രഹ്മക്കോഴി കുഞ്ഞുങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെയാണ് തൽക്കാലം നമ്മൾ ഇവരെ ഇടാൻ പോകുന്നത്. അതാവുമ്പോ നമ്മുടെ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമല്ലോ. പിന്നെ ഇതിലുള്ള കുറേയധികം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പലർക്കുമായി കൊടുത്തതാണ്. ഏതാണ്ട് ഒരു 10 ദിവസമാകുമ്പോഴേക്കും ഇതിലുള്ള ഭൂരിഭാഗം കോഴിക്കുഞ്ഞുങ്ങളെയും അവര് വന്ന് കൊണ്ടുപോകും. എന്തായാലും ഇതിലെ ചപ്പലക്കോഴിയുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലായിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര വരെ പോകും? താറാവ് ഒന്നിന് ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടന്റെ വരുന്നുണ്ട് അല്ലെ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് 3ാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കേണ്ടത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800.